നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കാൽപ്പേഴ്സിന് വളരെയധികം ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ അടിപൊളി ഹൈ വിൻഡോട് കൂടിയിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, സ്ട്രാറ്റജിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, സ്കാൽപ്പിംഗ് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചെറിയ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൽ തന്നെ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് അടിക്കുന്നതിനെയാണ് നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാതെ ലോസിലേക്ക് പോകുന്ന കോയിൻ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ലോസ് അവിടെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ലോസ് വരാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ ഒട്ടും സമയങ്ങൾ വേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബിറ്റ് കോയിൻ്റെ ഈ ഒരു USDT പെയറിലുള്ള ബൈനാൻസിലെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു മൂവിങ് ആവറേജ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ. ഈ 2 മൂവിങ് ആവറേജുകളുടെ ഒപ്പം തന്നെ കുറച്ച് പ്രൈസ് ആക്ഷനും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൂവിങ് ആവറേജ് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇൻഡിക്കേറ്റേഴ്സിൽ പോവാണ്. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ ഇവിടെ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂവിങ് ആവറേജ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ ലൈനാണ് നമ്മുടെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. ഞാൻ സെറ്റിങ്സിൽ പോകുന്നുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ ഇൻപുട്ട് വാല്യൂ 9 എന്നുള്ളത് മാറ്റിയിട്ട് 50 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കിടക്കുന്നത് ഒരു 50 പീരീഡ് മൂവിങ് ആവറേജ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്താണ് ഈ 50 പീരീഡ് മൂവിങ് ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊട്ട് മുൻപുള്ള 50 ക്യാൻഡിലുകളുടെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും ഈ ഒരു മൂവിങ് ആവറേജ് കാണിച്ചു തരുന്നത് നമുക്ക്. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ ഈ ഒരു മൂവിങ് ആവറേജ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഒരു മൂവിങ് ആവറേജ് കൂടെ, അതായത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കൂടെ ഞാൻ അതിലേക്ക് കൊണ്ടുവരാണ്. ഞാൻ വീണ്ടും ഇൻഡിക്കേറ്റേഴ്സിൽ പോകുന്നു. ഇവിടെ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് EMA എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മൂവിങ് ആവറേജും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും സെയിം കളറാണ്. നമുക്ക് അതിൻ്റെ കളറും അതുപോലെ തന്നെ വാല്യൂ നമുക്കൊന്ന് മാറ്റാം. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ സെറ്റിങ്സിൽ പോവാണ്. അതിൻ്റെ ലെങ്ത്ത് ഇൻപുട്ട് ലെങ്ത്ത് ഞാൻ 9 മാറ്റിയിട്ട് 50 തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ കളർ ബ്ലൂ മാറ്റിയിട്ട് ഞാനൊരു റെഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 മൂവിങ് ആവറേജുകളും 50 പീരീഡ് ആണ്. മൂവിങ് ആവറേജും 50 പീരീഡ് ആണ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും 50 പീരീഡ് ആണ്. പക്ഷേ ഈ 2 ലൈൻസും വന്നിട്ടുള്ള രീതി, 2 ലൈനുകളും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. രണ്ടും ഒരേ പീരീഡ് ആണ്, രണ്ടും 50 പീരീഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേപോലെയല്ലേ 2 മൂവിങ് ആവറേജുകളും പോകേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം. എന്നാൽ മൂവിങ് ആവറേജ് തൊട്ട് മുൻപുള്ള 50 ക്യാൻഡിലുകളുടെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഒരു ആവറേജ് ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റീസെൻ്റ് ആയിട്ട് ഫോം ആയിട്ടുള്ള ക്യാൻഡിൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു റിസൾട്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് 2 മൂവിങ് ആവറേജുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോസ് ആയിരിക്കും സംഭവിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡിൻ്റെ സമയത്ത് മാത്രം, ആ ഒരു ട്രെൻഡിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പൈസ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡാണ്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ലോങ് പൊസിഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ക്ലിയർ ആയിട്ടൊരു ഡൗൺ ട്രെൻഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നോർമലായിട്ട് ഒരു ഐഡിയൽ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് പോകുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഒരു ഐഡിയൽ ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഇവിടെ നോക്കി കണ്ടിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ആ രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രൈസ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിനോട് സാധിച്ചിട്ടില്ല. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് താഴേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഏകദേശം അവസാനിക്കാറായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. കാരണം ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഡൗൺ ട്രെൻഡ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്
സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മളൊരു ലോങ് പൊസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്. അതായത് ആ ഒരു ട്രെൻഡ് ഏകദേശം അവസാനിക്കാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ലോവർ ലോ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സോ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ ഒരു ക്രോസ് ഓവറിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മൂവിങ് ആവറേജ്, ഈ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒരു ക്രോസ് ഓവർ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത്. നമുക്ക് നോക്കാം എപ്പോഴാണ് ആ രീതിയിലുള്ള ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വീണ്ടും ആ ഒരു പ്രൈസിന് ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എഗെയിൻ അവിടെ ഒരു റിജക്ഷൻ വന്നിട്ടുള്ള കാണാൻ പറ്റും. ഈ ഒരു ലോവർ ലോനെ പ്രൈസിന് തീരെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നമുക്കിവിടെ ഒരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ ഇവിടെ ഈ ഒരു EMA ലൈൻ മറ്റേ മൂവിങ് ആവറേജ് ലൈൻ ആ ഒരു ബ്ലൂ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത്. ആ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. സോ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണ്. ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത് അതിൻ്റെ ഒരു 1.5x ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1.5 ആണ് വെച്ചിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് നമ്മൾ എൻട്രി ആൻഡ് എക്സിറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1.66% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഓരോ ട്രേഡും എടുക്കേണ്ടത്, ഓരോ ലോങ് പൊസിഷനും എടുക്കേണ്ടത് ഈ രീതിയിലാണ്. ഇനി എങ്ങനെയാണ് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ് കാണാനായിട്ട് പറ്റും. ഓരോ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒരു ട്രെൻഡ് അവസാനിച്ചു എന്ന് തോന്നുന്ന ആ ഒരു സമയം വരെ, അതായത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കാതെ പോകുന്ന ആ ഒരു സമയം വരെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു കീ ലെവൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതൊരു ഹയർ ഹൈ ആണ്. ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിനോട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ ഒരു ഏരിയയിൽ പ്രൈസ് വീണ്ടും റിജക്റ്റ് ആവും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കുന്നില്ല. സോ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ ഒരു ക്രോസ് ഓവറിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ബ്ലൂ ലൈൻ റെഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നത് വരെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്രോസ് ഓവർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി എടുക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് മുകളിലായിട്ടായിരിക്കും, റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലായിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1.5 ആയിരിക്കും. സോ സ്റ്റോപ്പ് ലോസ് എത്രയാണോ വെച്ചത് അതിൻ്റെ 1.5x ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ 1.5 ആണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റിൽ തന്നെയാണ് അവസാനിച്ചിട്ട് നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ആയിട്ടുണ്ട്. 1.63% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. അതായത് മൂവിങ് ആവറേജും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷനും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം, നല്ല രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.